കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? തട്ടമിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് വരുമോ? എളുപ്പം പ്ലീസ്. ഒരാള് മതി കേട്ടോ. ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുക. ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവര് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യുക, അത്ര മതി. ലോകം നന്നായിക്കോളും. താങ്ക് യു. പള്ളുരുത്തിയിലെ ഹിജാബ്, പള്ളുരുത്തിയിൽ തല മറച്ചുകൊണ്ട് തൻ്റെ വിദ്യ നുകരാൻ വിദ്യ അർത്ഥിത്തുകൊണ്ട് വിദ്യാർത്ഥി ആ ക്ലാസ്സിൽ എത്തിയിട്ട് തൻ്റെ പഠനത്തിന് തൻ്റെ ഹിജാബ് അയച്ചിരുന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ശകാരിക്കുകയും പുറത്താക്കുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്ത ഈ പറയുന്ന പ്രിൻസിപ്പൽ, ഈ പറയുന്ന PTA മാനേജ്മെന്റ്, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് പ്രശ്നം. ഇവിടെ പലരും വാദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, യൂണിഫോമാണ് പ്രശ്നം, അതല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളാണ് പ്രശ്നമെന്ന്. അവിടുത്തെ നിയമങ്ങളിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അവിടുത്തെ നിയമങ്ങളിൽ അവരെഴുതി വെച്ചിരിക്കുന്നത്, ആദ്യത്തെ നിയമം തന്നെ ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇവിടെ യാതൊരു തരത്തിലുള്ള മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിലുള്ള യാതൊരു ഡിസ്ക്രിമിനേഷനും ഇവിടെ ഉണ്ടാവില്ല എന്ന്. ആ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു മുസ്ലിമായ വിദ്യാർത്ഥി അവരുടെ വിശ്വാസപ്രകാരം തലയിൽ തട്ടമിട്ടപ്പോൾ അങ്ങനെ തട്ടമിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു. ഇൻക്ലൂസീവ് ആണ് എന്ന് പറയുന്ന ഇവര് ഏത് അർത്ഥത്തിലാണ് ഇൻക്ലൂസീവ് ആണ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ കാഴ്ചപ്പാടുകൾ തന്നെയാണ് പ്രശ്നം. കാരണം മതത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും മതത്തിന്റെ അടയാളങ്ങളും മതം പറഞ്ഞതിന്റെ പേരിൽ സന്യസിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും മതം പറഞ്ഞതിന്റെ പേരിൽ ബ്രഹ്മചര്യത്തിലേക്ക് പോവുകയും മതം പറഞ്ഞതിന്റെ പേരിൽ കുടുംബജീവിതം വേണ്ടെന്ന് വെൽക്കുകയും മതം പറഞ്ഞതിന്റെ പേരിൽ ഈ പറയുന്ന കുരിശുമാല അണിഞ്ഞുകൊണ്ട് ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് എല്ലാം മതം പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇതൊക്കെ തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച ഒരു പ്രിൻസിപ്പൽ, ആ പ്രിൻസിപ്പലിന്റെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് പ്രശ്നം. കാരണം അവരുടെ മതം പറഞ്ഞതിന്റെ പേരിൽ ഇതൊക്കെ ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിഹ്നങ്ങളും മതത്തിന്റെ രീതികളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്ന ഈ പ്രിൻസിപ്പൽ മറ്റൊരു മതത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും എതിർക്കുന്നു. അതിവിടെ പറ്റില്ല എന്നുള്ള ശാഠ്യം പിടിക്കുന്നു, അല്ലേ? ഇനി ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി, ഓക്കെ, ഒരു തെറ്റു പറ്റി, ആ തെറ്റിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കാതെ വീണ്ടും അത് തന്നെ ആവർത്തിച്ച് ഈ പറയുന്ന ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ ഈ ഒരു സമാധാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരു മാന്യതയുടെ അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ പ്രിൻസിപ്പളും ഇവിടുത്തെ ഈ പറയുന്ന PTA മാനേജ്മെന്റുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും. ഇൻക്ലൂസീവ് ആണ് എന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ആദ്യം എഴുതി വെച്ച ഈ സ്ഥാപനം ഇവർ ഇൻക്ലൂസീവ് ആയിരുന്നോ എന്നുള്ള കാര്യമല്ലേ നമ്മളെ ചോദ്യത്തിലാക്കുന്നത്, ആശങ്കപ്പെടുത്തുന്നത്. ഇത് ഇൻക്ലൂസീവ് ആണോ? ഇതല്ലല്ലോ, ഇത് എക്സ്ക്ലൂസീവ് അല്ലേ? ഇത് ഇൻക്ലൂസീവ് അല്ലല്ലോ. ഇത് എങ്ങനെയാണ് ഇൻക്ലൂസീവ് ആകുന്നത്? ഒരിക്കലുമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, യൂണിഫോം വേണമെന്ന് എഴുതി വെച്ചിട്ടില്ലേ എന്ന്. യൂണിഫോം വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആ വിദ്യാർത്ഥി യൂണിഫോം ധരിച്ചിട്ടുമുണ്ട്. തലയിൽ തട്ടമിട്ട് കഴിഞ്ഞാൽ അത് യൂണിഫോമിക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലച്ഛൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ആ പള്ളിയിലച്ഛനെ കുറിച്ച്. ഈ പറയുന്ന പുരോഹിതൻ ന്യായീകരിച്ച് അവസാനം പറയുന്നുണ്ട്, ഇവിടെ ഈ നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുടെ പേരിലോ പണത്തിന്റെ പേരിലോ ഉള്ള ഈ പറയുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ യൂണിഫോം വേണമെന്ന് പറഞ്ഞത്.
ഈ പറഞ്ഞ യൂണിഫോം വേണം, ശരി തന്നെ, അതൊന്നും ഇവിടെ വേണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് തലയിൽ തട്ടമിടുന്നത്? അത് നിറത്തിന്റെ പേരിലുള്ള വിവേചനമാകുമോ? തലയിൽ തട്ടമിടുന്നതിൽ എന്താണ് പണക്കൊഴുപ്പ്? ഒരു തലയിൽ തട്ടമിട്ടുകൊണ്ട് 1.5 മീറ്റർ തുണി അത് തലയിൽ ഇട്ടുകൊണ്ട് എന്താണ് നമ്മുടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പണത്തിന്റെ അഹങ്കാരം കാണിക്കാൻ അങ്ങനെയാണ് സാധിക്കുന്നത്? ന്യായീകരണങ്ങൾ പലതുമാവാം, പക്ഷേ ഈ ന്യായീകരണങ്ങളൊക്കെ വെറും ന്യായീകരണമാണ്. അത് അന്യായമായ ന്യായീകരണങ്ങളാണ് എന്നുള്ളതാണ്. അത് ന്യായമായ ന്യായീകരണങ്ങളല്ല, ന്യായം അതിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എവിടെയും ന്യായങ്ങൾ കണ്ടെത്താൻ കഴിയാതെ തങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ അതിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ ഛിദ്രത വരുത്താൻ ഇവർ ശ്രമിച്ചത്. ഇവർക്കതിന് ഒരു പ്രത്യേക അജണ്ട ഉണ്ട് കേട്ടോ. അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളും സ്കൂൾ മാനേജ്മെന്റും അതിന്റെ പ്രിൻസിപ്പളും പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സിസ്റ്റർ ഹെലീന, ഈ പറയുന്ന സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള സിസ്റ്റർ ഹെലീനയുടെ ഒരു സഹപാഠിയുടെ ഒരു കുറിപ്പ് നമ്മൾ പങ്കുവെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സഹപാഠിയുടെ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴായി പല ആവർത്തിയായി മനസ്സിൽ കടന്ന് ഇങ്ങനെ തീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച ഹെലീന, അന്ന് തന്നെ ആ ഹെലീനക്ക് ആ സ്കൂളിൽ യൂണിഫോം ഉണ്ടായിട്ടും ആ ഹെലീനക്ക് അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ആ ഹെലീനക്ക് അന്ന് അവിടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. ഈ ഹെലീന തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കാലം അത്രയും ഈ പറയുന്ന തിരുവസ്ത്രവും ശിരോവസ്ത്രവും അണിഞ്ഞുകൊണ്ടാണ് ആ സ്കൂളിന് യൂണിഫോം ഉണ്ടായിട്ട് പോലും നടന്നതും ജീവിച്ചതും ഒക്കെ. ആ സ്കൂൾ ഇൻക്ലൂസീവ് ആയിരുന്നു. ആ സ്കൂൾ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കാണിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഹെലീനയുടെ ജീവിതം തന്നെ പറഞ്ഞു വെക്കുമ്പോൾ, ആ ഹെലീന ഇന്ന് ഒരു സ്കൂളിന്റെ മേധാവിയായിട്ട് ഒരു പ്രിൻസിപ്പളിന്റെ കസേരയിൽ വന്നു കയറി ഇരിക്കുമ്പോൾ ആ ഹെലീനക്ക് ഇൻക്ലൂസീവ് ആവാൻ കഴിയുന്നില്ല, ഡിസ്ക്രിമിനേഷൻ കാണിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് തട്ടമിട്ടത് കാണുമ്പോൾ അവർക്ക് ആകെ അസ്വസ്ഥതയാവുകയാണ്. തട്ടമിട്ട സ്ത്രീക്ക്, ശിരോവസ്ത്രമണിച്ച സ്ത്രീക്ക് തന്നെ മറ്റൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള തട്ടത്തെ, ഹിജാബിനെ, അത് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു. അത് തന്നെയാണ് ഈ പറഞ്ഞ കൊച്ചുമിടിക്ക് പറഞ്ഞ കാര്യം. ഈ കാഴ്ചപ്പാട് തന്നെയാണ് പ്രശ്നം. അത് കാഴ്ചയുടെ പ്രശ്നമല്ല. കാഴ്ചക്ക് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഹിജാബ് ഇട്ടത് അവർ കാണുമായിരുന്നില്ല. അപ്പൊ കാഴ്ചക്കല്ല പ്രശ്നം, കാഴ്ചപ്പാടിനാണ് പ്രശ്നം. അവരുടെ തലയിൽ അവർ ധരിച്ചിരിക്കുന്ന ഈ പറയുന്ന ശിരോവസ്ത്രം അവർ കണ്ണാടിയിൽ കാണുമ്പോൾ അവർക്കത് പ്രശ്നമല്ല. പക്ഷേ ഇത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടി അതേ രീതിയിൽ തലമറച്ച് കാണുമ്പോൾ അവർക്ക് ആ കാഴ്ചക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, അവരുടെ മനസ്സിന്റെ പ്രശ്നമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, തിരുവസ്ത്രമിട്ടുകൊണ്ട് സാത്താന്റെ പ്രവൃത്തി നടത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന സിസ്റ്റർ ഹെലീന. കാരണം അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ ബൈബിളില്ല, അവരുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ഇല്ല, അവരുടെ മനസ്സിൽ ഈ പറയുന്ന ബൈബിളിന്റെ അധ്യാപനങ്ങളില്ല. ബൈബിൾ പോലും പറയുന്നത് എന്താ? ഈ പറയുന്ന തിരുവസ്ത്രമിട്ടവർ മാത്രം തലമറച്ചാൽ മതിയോ? അല്ലല്ലോ. ബൈബിളിൽ പറയുന്നത് എന്താ? ക്രൈസ്തവ വിശ്വാസിയാവണമെങ്കിൽ സ്ത്രീകൾ തലമറക്കണമെന്ന് ബൈബിൾ പറയുമ്പോൾ ആ ബൈബിളിന്റെ അധ്യാപനങ്ങളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ആ ബൈബിളിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സാത്താന്റെ പ്രവൃത്തിയുമായി ഇറങ്ങിയ തിരുവസ്ത്രമിട്ടയാൾ, ഈ വ്യക്തി അധിക്ഷേപിച്ചതും അവഹേളിച്ചതും എന്തിനെയാണ്? മുസ്ലിം സമുദായത്തെയാണോ? ഇസ്ലാമിനെയാണോ? അങ്ങനെയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇവർ ആദ്യം അധിക്ഷേപിച്ചിരിക്കുന്നതും നിന്ദിച്ചിരിക്കുന്നതും അവഹേളിച്ചിരിക്കുന്നതും ഈ പറയുന്ന തിരുവസ്ത്രത്തെയാണ്, ഈ പറയുന്ന ബൈബിളിനെയാണ്, ഈ പറയുന്ന യേശു ക്രിസ്തുവിനെയാണ്. അവരുടെ മനസ്സിൽ നിന്ന് ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും ഒക്കെ പടിയിറക്കി പിണ്ടം വെച്ചിരിക്കുന്നു. പകരം ആ മനസ്സിൽ സാത്താൻ മാത്രമേ കുടിയിരിക്കുന്നുള്ളൂ. ഈ സാത്താന്റെ പ്രവർത്തികളാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ്, അജണ്ടകൾ വളരെ വ്യക്തമാണ്. പത്രസമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ഈ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ മകന്
ആ മകന് ഈ പറയുന്ന നന്ദി അറിയിച്ചുകൊണ്ട് അവർ പത്രസമ്മേളനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ അജണ്ടകൾ, അവരുടെ പോക്ക്, അവരുടെ സഞ്ചാരം, അവരുടെ യാത്ര, അവരുടെ ഒഴുക്ക് അത് ഏത് രീതിയിൽ എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു തർക്കവും ഇല്ല. അപ്പോ തിരുവസ്ത്രത്തെ അവഹേളിക്കുന്ന പ്രവൃത്തികൾ ഇത്തരത്തിൽ തിരുവസ്ത്രമണിഞ്ഞ ആളുകളിൽ നിന്ന് ഉണ്ടാവരുത്. അത് ഈ സമൂഹത്തിനും നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്ന സമുദായത്തെയും അപകടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾക്ക് അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് പേഴ്സണലായ പല ബെനഫിറ്റുകളും ഉണ്ടാവുമായിരിക്കാം. ആ ബെനഫിറ്റുകൾക്ക് കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും ബൈബിളിന്റെ അധ്യാപനങ്ങളെയും പടിയടച്ച് പിണ്ടം വെച്ച് സാത്താനെ പൂജിക്കുന്നവരായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ പ്രവൃത്തി അത് തെളിയിക്കുന്നതുമാണ്. നിങ്ങളുടെ പ്രവൃത്തി സാത്താന്റെ ഇടപെടലുകൾ, സ്വാധീനം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതിനെ അടിവരയിടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എത്രയൊക്കെ ന്യായീകരിച്ചാലും, എന്തൊക്കെ സ്കൂളിന്റെ നിയമങ്ങളും യൂണിഫോമിറ്റിയെയും നിങ്ങൾ മുന്നിൽ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയേക്കാൾ മുകളിൽ വരില്ല നിങ്ങളുടെ ഈ പറയുന്ന നിയമങ്ങളും യൂണിഫോമിറ്റിയും. അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഭരണഘടനയെ അവഹേളിക്കലാണ്, അതിനെ നിന്ദിക്കലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.